Hi guys! നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തട്ടുകട ചിക്കൻ ഫ്രൈ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു മിക്സി ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിടുക. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 അല്ലി വെളുത്തുള്ളിയാണ്. അതും ചെറുതായി അരിഞ്ഞിടുക. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ നമുക്ക് വേണ്ടത് 2 ചെറിയ ഉള്ളിയാണ്. എൻ്റെ അടുത്ത് ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ദാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ആദ്യം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇടുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിടുക. 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ ആകാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലവർ, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ വിനീഗർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ 1/2 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്യാം. മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത്. നമ്മൾ എത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അതനുസരിച്ച് ടേസ്റ്റ് കൂടും. ഞാനിവിടെ ഒരു 3 മണിക്കൂറാണ് വെക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഫ്ലെയിം എപ്പോഴും നമുക്കൊരു ലോ ടു മീഡിയത്തിൽ വേണം വെക്കാൻ. ഇനി ഓരോ സൈഡും ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്യണം. ചിക്കൻ നല്ല ബ്രൗണും ക്രിസ്പിയും ആകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുക്കാം.
ഇനി നമുക്ക് നെക്സ്റ്റ് ബാച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഈ സെയിം പ്രോസസ്സിൽ തന്നെ അതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റി റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ.